തല മാറ്റി വെക്കുക. റീപ്ലേസ് യുവർ ഹെഡ്. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 18-19 പിന്നെ 3-ാം അധ്യായത്തിൻ്റെ 10 ഈ വാക്യങ്ങളാണ് ഇതിനെടുക്കുന്നത്. ദൈവത്തിന് നമ്മളെ പുതുമനുഷ്യരാക്കണമെന്ന് ആഗ്രഹമുണ്ട്. പഴയ സൃഷ്ടിയല്ല, പുതിയ സൃഷ്ടി. കൊളോഷ്യൻസ് 3:10 ഇങ്ങനെയാണ് വായിക്കുന്നത്: തന്നെ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദന് അഗ്രചർമ്മം എന്നില്ല, ബർബരൻ ശകൻ ദാസൻ സ്വതന്ത്രൻ എന്നില്ല, ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. എല്ലാവരിലും ഒരാളേ ഉള്ളൂ, യേശു ക്രിസ്തു. ഇത് പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് സംഭവിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടത് ദൈവം എടുത്തു കളഞ്ഞു പാപം ചെയ്തോടെ. ദൈവം പറഞ്ഞു, നീ നന്മതിന്മയുടെ ഫലം കായ്ക്കുന്ന ദിവസത്തിൽ ദി ട്രീ ഓഫ് നോളജ്, അന്ന് നീ മരിക്കും. അത് ആത്മാവ് മരിക്കുന്നു. അന്ന് മരിച്ചു കഴിഞ്ഞപ്പം പിന്നെ മനുഷ്യൻ ചുമ്മാതെ മനുഷ്യനായിട്ട് ജീവിക്കുകയാണ്, ആത്മാവില്ലാത്ത മനുഷ്യൻ. പിന്നെ യേശുക്രിസ്തു വന്നപ്പോഴേ പെന്തക്കോസ്തി ദിവസത്തോടെ ആത്മാവിനെ പകർന്നു തന്നു. അപ്പോൾ ഇന്ന് ഈ സമയം പരിശുദ്ധാത്മാവ് ഭൂമിയിൽ നമുക്കുണ്ട്. പരിശുദ്ധാത്മാവ് ഉള്ള സമയമാണിപ്പോൾ. ഇപ്പം നമ്മുടെ കൂടെ പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് സ്വർഗത്തിലും ഭൂമിയിലും ഒരുപോലെയുണ്ട്, സർവ്വവ്യാപിയാണ്. ഈ ദൈവം തൻ്റെ പുത്രനെ അയച്ചിരിക്കുന്നത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയെങ്കിൽ പരിശുദ്ധാത്മാവ് വരത്തുള്ളൂ. പാപപരിഹാരം വരുത്താൻ പരിശുദ്ധാത്മാവ് ഹോളിയാണ്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രധാന ക്യാരക്ടറാണ് ഹോളിനെസ്, വിശുദ്ധി. ഈ വിശുദ്ധി ഇല്ലാത്തവിടത്ത് കർത്താവിന് പ്രവർത്തിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ സാധാരണ ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പുത്തൻകാവിലാണ് ഞാൻ കൊച്ചിയിലെ വളർന്നത്. ഞങ്ങളുടെ അടുത്തൊരു വീട്ടിൽ ഒരു മർത്തോമക്കാരായിരുന്നു. അവരുടെ അവിടെ എന്നെ ബാധ കയറിയെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർ പറയും, മലിനത വലിച്ചെറിയ അവിടെ ഇവിടെയെല്ലാം, ഭക്ഷണത്തിനകത്ത്, വീടിന് ചുറ്റും. അപ്പോൾ അടുത്തുള്ളവരെല്ലാം പോയി കണ്ട്, ഞങ്ങളാരും പോയില്ല. ഞങ്ങൾ കൊച്ചു കുഞ്ഞു പിള്ളേരായിരുന്നു, ഞങ്ങളെ വിട്ടില്ല. പക്ഷെ അവിടെ ആ പള്ളിക്കാരെല്ലാം വന്നിട്ട് ഒരാഴ്ച ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവിടുന്ന് ആ ബന്ധനം അഴിഞ്ഞു പോയെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തിനാണ് ഈ മലിനത വലിച്ചെറിയുന്നത്? കാരണം ദൈവം വിശുദ്ധനാണ്. വിശുദ്ധി ഉള്ളിടത്തെ ദൈവത്തിന് വരാനൊക്കത്തുള്ളൂ. എപ്പം വിശുദ്ധി അല്ലാതെ വീടും പരിസരവും നമ്മുടെ ശരീരമാകുമ്പോൾ ശ്രദ്ധിച്ചോണം. വീട്ടിൽ ഒത്തിരി അലങ്കോലം വരുന്നു, ശ്രദ്ധിച്ചോണം. വീട്ടിൽ അതിനൊരു ഓർഡറില്ല. നമ്മുടെ മനസ്സിൽ ഒരു വീട്ടിലോട്ട് കയറുമ്പോൾ നമുക്കറിയാം. പല വീടുകളിലും ഞാൻ ചെല്ലുമ്പോൾ എനിക്കറിയാം അവിടുത്തെ സ്റ്റേജ് എന്താണെന്ന്. വിധിക്കുകയല്ല, ആ സ്റ്റേജിൽ എത്രമാത്രം ദൈവസാന്നിധ്യമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവുള്ള വീട്ടിൽ ചെല്ലുമ്പോൾ അതിനൊരു അടുക്കും ചിട്ട ഓർഡർ നമുക്ക് കാണാം. അത് വ്യക്തമായിട്ടും ആത്മാവുള്ളവർക്ക് മനസ്സിലാകും. കർത്താവ് പറയുന്നത് പഴയ മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ കളയണമെന്ന്. പഴയ മനുഷ്യൻ്റെ സ്വഭാവം 3-ാമത്തെ കൊളോസ്യർ 3-ന്റെ മേളിൽ എഴുതിയിട്ടുണ്ട്. എന്താണ് പഴയ മനുഷ്യൻ്റെ സ്വഭാവം? കർത്താവിന് മുമ്പ് ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. പക്ഷേ പഴയ മനുഷ്യനെന്തോ ഈ ലോകത്തിലുള്ള പ്രശ്നങ്ങളാണ് ചിന്തിക്കുന്നത്. എന്തെല്ലാം ദുഷ്ടതയുണ്ട് അതെല്ലാം. അപ്പം പഴയ മനുഷ്യന് ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കണമെന്ന്. ഇതൊക്കെയാണ് ഭൂമിയിലെ മനുഷ്യൻ്റെ ജോലി. പറഞ്ഞു കൊടുക്കണോ എല്ലാവരോട്? ഇതുവെല്ലാം പറഞ്ഞു കൊടുക്കണോ? ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം. അതിരാഗം മീൻസ് ലസ്റ്റാണ്. സ്നേഹം വികടമായി മാറുന്നതാണ്. ഒത്തിരി സ്നേഹം കൂടിയിട്ട് പിണങ്ങുമ്പം കുത്തിക്കൊല്ലുന്ന കണ്ടിട്ട് ആസിഡ് മറ്റുള്ളവരുടെ മുഖത്തൊഴിക്കുന്നത്, ഇതൊക്കെ ലസ്റ്റാണ്. ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇതെല്ലാം മാറണം ആദ്യം. ഇതൊക്കെ മാറിയൊക്കത്തുള്ളൂ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. നമ്മളും പണ്ട് അങ്ങനെയായിരുന്നെന്ന്. പക്ഷേ ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളയണം. അതാണ് നോയമ്പ്. നോയമ്പ് യെശയ്യാ 58 പറയുന്നത് തന്നല്ല. ഒന്ന് ദൈവത്തോടുകൂടെ വസിക്കണമെങ്കിൽ വി ആർ ടു ബിക്കം ഹോളി. ഹോളി ആണെങ്കിൽ ഈ ജഡപ്രകാരമായി എല്ലാം അഴിച്ചു മാറ്റി വെക്കത്തുള്ളൂ. ഇതിനൊന്നും സബ്സ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഇതിന് ഡൈല്യൂഷനോ ഇല്ല. ദീസ് ആർ സ്ട്രിക്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ ലിവിങ് ഗോഡ്. അത് മനസ്സിലാക്കണം. കോപം, ചിലർ വചനം പറയുന്നവർ ദേഷ്യപ്പെട്ട് മാറി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തിനാ? നമ്മളെല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങളല്ലേ ദൈവത്തിന്. നമ്മൾ ക്ഷമിക്കണ്ടേ? കോപം, ക്രോധം, ഈർഷ്യ, ദൂഷണം, ദുർഭാഷണം അതൊക്കെ വിട്ടുമാറ്റണമെന്ന്. അന്യോന്യം ഭോഷ്ക്ക് പറയരുത്. പഴയ മനുഷ്യൻ്റെ പ്രവൃത്തിയോടെ ഉരിഞ്ഞു കളയണം.
തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യൻ വരുമ്പം ചിന്തകൾ മാറും. യാക്കോബിനകത്ത് എഴുതിയിട്ടുണ്ടല്ലോ, പുതിയ മനുഷ്യൻ വന്നാൽ നീ മാറി. എത്ര പേര് പുതിയ മനുഷ്യനാകുന്നുണ്ട് യാക്കോബിൽ? ഇതാ പേര് വായിക്കാം. യാക്കോബിൻ്റെ 3-ാം അധ്യായത്തിൽ 17-ാം വാക്യം വളരെ പ്രധാനമാണ്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം ഉണ്ടാണ്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലം നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തത്. വ്യക്തമായിട്ടില്ലേ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിന് എന്തൊക്കെയാണ് ഗുണങ്ങൾ? ഇതൊക്കെ കാണാതെ പഠിച്ച് തലയെ കയറ്റി വെച്ചില്ലേ നമ്മളും മറന്നുപോകും. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലമാണ്. അതിനകത്ത് കലക്കും പാലിനകത്തില്ല പറഞ്ഞ പോലെ വെള്ളം ചേർത്ത് കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല. നിർമ്മലമായിരിക്കും, സമാധാനമുള്ളതാണ്, ശാന്തതയുള്ളത്, അനുസരണമുള്ളത്, കരുണ സൽഫലം നിറഞ്ഞത്, പക്ഷപാതവും കപടവും ഇല്ലാത്തത്. എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. അപ്പം കർത്താവ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന പുതുമനുഷ്യനായിട്ട് ജീവിക്കാനാണ്. അവിടെ വേർതിരിവില്ല. അപ്പം നമ്മൾ ഉപവസിക്കുന്നു പറഞ്ഞ് വേറൊരാൾ ഉപവസിച്ചില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഭക്ഷണവും പാനീയവും അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷവും ഉണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമുണ്ട്. എനിക്കുണ്ടോ? നമുക്ക് നമ്മളെ തന്നെ നോക്കാം. എന്തിന് നമ്മൾ തന്നെ കണ്ണാടി നോക്കി വെച്ച് പറയാം, കർത്താവ് നിൻ്റെ, ചിലപ്പോൾ ഞാൻ തന്നെ സങ്കടപ്പെട്ട് പറയും, കർത്താവ് ഇത്രയെല്ലാം പഠിച്ചിട്ട് എൻ്റെ മുഖത്ത് നിൻ്റെ തേജസ് എവിടുന്ന് പോയി, നിൻ്റെ സമാധാനം ചോദിക്കാറുണ്ട്. അറ്റ്ലീസ്റ്റ് ഐ നോ ഇറ്റ് നൗ. നേരത്തെ അതൊക്കെ അതാണ് ജീവിതം എന്ന് പറയുമായിരുന്നു. അറ്റ്ലീസ്റ്റ് ഹോളി സ്പിരിറ്റ് ഈസ് വളരെ സെൻസിറ്റീവാണിപ്പം. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ ഉറക്കം തരത്തില്ല. അത് പറഞ്ഞ് മനുഷ്യരോട് പറയല്ല, ദൈവത്തോട് പറഞ്ഞ് ക്ഷമിക്കുന്നിടം വരെ, ക്ഷമ ചോദിക്കുന്നിടം വരെ ദൈവം അനുകൂല. അപ്പോൾ എന്ത് തീക്ഷ്ണമായിട്ട് നമ്മളെ സൂക്ഷിക്കണം. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ, ഞാനിപ്പം വായിക്കുന്നത് കൊളോഷ്യൻസ് 2:16, ഇതൊക്കെ പ്രധാനപ്പെട്ട വാക്യങ്ങളാണ്. അതുകൊണ്ട് എല്ലാം നോയമ്പിന് പറ്റിയതാണ്, ദൈവം എടുത്ത് ഇങ്ങോട്ട് പറയിപ്പിച്ച് പറയുന്നത്, ഞാനിത് ഉദ്ദേശിച്ചല്ല. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവേ, ശബദ എന്നീ കാര്യങ്ങൾ ആരും നിങ്ങളെ വിധിക്കണ്ട. വരുവാനിരുന്നവയുടെ നിഴലത്രേ. ആദിപാഠങ്ങളിൽ കിടന്ന് നമ്മൾ കഷ്ടപ്പെടുക. ഈ സിയോർമലയുടെ ചുറ്റും 40 വർഷം ചുറ്റുന്ന പോലെ നമ്മൾ ചുറ്റും നടക്കുക. താഴ്മയിലും, അവിടെയും താഴ്മയുണ്ട്, ദുഷ്ടനും താഴ്മയൊക്കെ കാണിക്കാറിയാം. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും, ദൂതനെ ആരാധിക്കാൻ നിന്നോട് പറഞ്ഞു, താഴ്മയിലും എന്തോ ഒരു ചിലർ കാണുമ്പം അയ്യോ കമന്ന് കിടന്ന് ആരാധിക്കുന്ന പോലെ തോന്നിക്കും എനിക്ക്. എന്തിനാണ് ഈ ഫോൾസ് ഹ്യൂമിലിറ്റി കാണിക്കുന്നത്? താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തന്നെത്താനെ അങ്ങ് ചീർക്കും നമ്മൾ. ഇതൊക്കെ ആത്മാവില്ലാത്ത എല്ലാവർക്കും ഉണ്ട്. നമുക്കെല്ലാം ഇത് വരും. അത് വചനം വായിച്ചിങ്ങനെ ഈ ചെത്തി കളയുന്ന പോലെ കളഞ്ഞുകൊണ്ടിരിക്കണം ദിനം പ്രതി. ഇതൊരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വലിയ എൻറ്റിറ്റിയാണ്. നമുക്ക് സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും ചെല്ലാൻ അവകാശമുള്ളവരാ ഇല്ലേ? എന്തൊരു ഈ മനുഷ്യൻ ആരാന്ന് മനസ്സിലാക്കാൻ തന്നെ ആയുസ്സുകളെടുക്കും. എന്നിട്ടെന്താ, താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്ന രസിച്ച സ്വന്തം ദർശനങ്ങൾ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുത് തെറ്റിക്കരുത്. നിൻ്റെ വിരുത് തെറ്റിക്കാൻ ഒരു ദുഷ്ടൻ വരരുതെന്ന്. അടുത്ത വാക്യം വളരെ പ്രധാനം. തലയായവനിൽ നിന്ന്, അത് ക്രിസ്തുവാണ്, തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം പ്രാപിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നത്. തലയാവുന്ന ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും നമ്മുടെ കഴുത്തിൻ്റെ മേളിലുള്ള ജഡതല വെട്ടിമാറ്റണം. അതിന് ഞാൻ പറഞ്ഞ തല മാറ്റണം. വചനമാണ് ഞാൻ പറയുന്നത്. ഈ ഒരു വചനം പറഞ്ഞ് ഇത് അപ്ലൈ ചെയ്ത് എത്ര കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. കാരണം ഒറ്റ വചനം. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരാളോട് പറഞ്ഞു, നീ എന്തിനാ വിഷമിക്കുന്നത്, നീ ആ ഭർത്താവ് കിടക്കുന്ന തലവണയുടെ അടക്കി ഈ വചനം എഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഷീ ഹാസ് ഡൺ ഇറ്റ്. ദ ഡ്രമാറ്റിക് ചേഞ്ച്, എന്തോ മാറ്റമാണ് വരുന്നതെന്ന്. ഒരു വചനം. ഇതൊക്കെ അനുഭവങ്ങളാണ്. വചനം ഇതിനകത്ത് ഇരിക്കാൻ അനുഭവിക്കണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ തലയുടെ കഴുത്തിൻ്റെ മുകളിൽ ഞങ്ങളുടെ തല വെച്ചിട്ട് ഒരു കാര്യമില്ല. ഇതൊരിക്കലും ജഡത്തിൽ നിന്ന് മാറത്തില്ല കർത്താവേ. അതുകൊണ്ട് ഞങ്ങൾ സമ്മതിക്കുക, ഞങ്ങളുടെ കഴുത്തിൻ്റെ മുകളിൽ ഞങ്ങളുടെ തല മാറ്റി വെച്ച്
തലയാവുന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ദൈവീയമായ വളർച്ച പ്രാപിക്കുന്നതെന്ന് പറയുന്നെങ്കിൽ വചനത്തെ ഞങ്ങൾ വിശ്വസിച്ചിട്ട് ഞങ്ങളുടെ കഴുത്തിൻ്റെ മുകളിൽ നീ ഞങ്ങളുടെ തല മാറ്റി വെച്ച് അപ്പച്ചൻ്റെ തല വെച്ച് തന്നു, ഒരു സർജറി നടത്തി, ഒരു ഓപ്പറേഷൻ നടത്തി നീ അപ്പച്ചൻ്റെ തല ഗ്രാഫ്റ്റ് ചെയ്ത് തരണം, യേശുവിൻ്റെ തല വെച്ച് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥൻ അത് ചെയ്തേ പറ്റും. നമ്മളെത്ര വിചാരിച്ചാലും ഞങ്ങളെ മാറ്റാൻ ഒക്കുന്നില്ല കർത്താവേ, എന്താണെന്നറിഞ്ഞുകൂടാ. പക്ഷേ ഈ വചനം എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഈ ആവശ്യമില്ലാത്ത താഴ്മ കാണിക്കാനും സ്വയം ചീർക്കാനും ഇടയാക്കാതെ ദൈവം പറയുന്നത് വിശ്വസിക്കാനും, അപ്പച്ചൻ്റെ തല വെച്ച് തന്നാൽ അപ്പച്ചൻ യേശു ചിന്തിക്കുന്ന പോലെ ഞങ്ങൾക്ക് ചിന്തിക്കാമല്ലോ. അവന് കാര്യങ്ങൾക്കൊരു നീക്കുപോക്കുണ്ടാകുമല്ലോ. അങ്ങനെ ഇരുട്ടിൽ വലിയൊരു പ്രകാശമായിട്ട് നീ ഞങ്ങളെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂരിരുട്ടിൻ്റെ നടുക്ക് നിൻ്റെ പ്രകാശം നിൽക്കുന്ന അപ്പച്ചൻ, കഷ്ടങ്ങളുടെ നടുക്ക് നീ ഞങ്ങളോട് സംസാരിക്കുന്ന അപ്പച്ചൻ, തലമുറകളുടെ മേൽ നിൻ്റെ ആത്മാവിനെ പ്രവർത്തിപ്പിക്കുന്നവർക്ക് നിൻ്റെ ശാശ്വതമായ വലതു കൈ ഉയർത്തി നീ അവരെ അനുഗ്രഹിക്കുന്നതിനാൽ സ്തോത്രം. May the Lord bless you and keep you. May the Lord turn his face towards you and be gracious to you. May the Lord lift up his countenance towards you and give you peace. ദൈവത്തിൻ്റെ സമാധാനം എല്ലാവരിലും ഉണ്ടാകട്ടെ. ആമേൻ.